ഗൈസ്, ഞാൻ എന്താ പരിപാടി, ഞാനിങ്ങനെ മൊബൈൽ നോക്കിയിരുന്നപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് മഴയത്ത് പിന്നെ ഭയങ്കര വിശപ്പാണ്. അപ്പൊ കാണാം ദേ കിടക്കുന്നു പൊതി പൊറോട്ടയുടെ റിവ്യൂ. അപ്പൊ പിന്നെ ഞാൻ ഒട്ടും താമസിച്ചില്ല, പൊതി പൊറോട്ട കഴിച്ചാൽ എന്തായാലും ഒരാലോചന. ബീഫ് കറി വെക്കണം, ഇല വെട്ടണം, മെയിനായിട്ട് പൊറോട്ട അടിക്കണം. ഇതൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ സ്വിഗ്ഗി എടുത്ത് പയ്യെ അങ്ങ് ഓർഡർ ചെയ്തു. ദാ വന്നു ബീഫ് പൊതി പൊറോട്ട. ഈ പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് അല്ലെങ്കിൽ ഒരു വികാരമല്ലേ. എനിക്ക് ഭയങ്കര വികാരമാണ് കേട്ടോ. പൊറോട്ട എന്ന് കേട്ടോണ്ട് എൻ്റെ മോളെ വന്ന് നിൽപ്പുണ്ട്. സോ ഉമ്മയെ കൊണ്ട് ഞാനത് അൺബോക്സ് ചെയ്യിപ്പിച്ചു. എന്ത് രസം അത് കാണാൻ തന്നെ, കഴിക്കാൻ അതിലേറെ. വാട്ടി ഇലക്കകത്ത് 4-5 പൊറോട്ടയും നമ്മളെ ബീഫിൻ്റെ ഗ്രേവിയും 2-3 കഷ്ണമൊക്കെ ഇങ്ങനെ എടുത്ത് നല്ല സോഫ്റ്റ് പൊറോട്ടയെ മുക്കി ഇങ്ങനെ കഴിക്കണം ഗായ്സ്. വാഴയിലയിലെ ഫ്ലേവറും കൂടി ആകുമ്പോഴത്തേക്കും വാ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല എരിവുണ്ടായിരുന്നു. എൻ്റെ മോൾ എങ്ങനെ കഴിച്ചെന്ന് എനിക്കറിയില്ല. ചോറിൻ്റെ തന്നെ ഇച്ചിരി എരിവുണ്ടെങ്കിൽ അവളെന്നെ സൂപ്പാക്കും. ഇപ്പം അവളെ സീപ്പായി നിന്ന് കഴിക്കുന്നുണ്ട്. സോ അടുത്ത വീഡിയോ കാണാം. ദിസ് ഈസ് ഫാത്തിമ ആമിർ സൈനിങ് ഓഫ്. ഞാൻ ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് കിട്ടില്ല. സൈഡിൽ നിന്ന് 2 പേര് തട്ടുന്നുണ്ടോ, അവർ കഴിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാനിത് കഴിച്ചു തീർക്കട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.